നമസ്കാരം. 30-ാം തീയതി നാം ഉണർന്നത് ഒരു ദുരന്ത വാർത്തയുമായാണ്. മാധ്യമങ്ങളിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന ഹൃദയഭേദകമായ കാഴ്ചകളാണ്. വയനാട്ടിലെ മക്കളെ ഓർത്ത് എല്ലാം നഷ്ടമായ മക്കളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ആവുന്ന വിധത്തിൽ നമുക്ക് കൈത്താങ്ങാകാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നാം നോക്കാൻ പോകുന്ന ബൈബിൾ ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് എത്ര പേരാണ് കൊല്ലപ്പെട്ടത്? ഉത്തരം 18 പേർ. അത് 13-ാം അധ്യായം 4-ാം വാക്യത്തിലാണുള്ളത്. രണ്ടാമത്തെ ചോദ്യം: അത് വെട്ടിക്കളയുക, എന്തിന് നിലം പാഴാക്കണം? എത്ര വർഷമായി ഫലം തരാത്ത അത്തിവൃക്ഷമായിരുന്നു അത്? ഉത്തരം 3 വർഷം. അത് 13-ാം അധ്യായം 7-ാം വാക്യത്തിലാണുള്ളത്. മൂന്നാമത്തെ ചോദ്യം: ഞാൻ അതിൻ്റെ ചുവടു കിളച്ച് വളമിടാം, മേലിൽ അത് ഫലം നൽകിയേക്കാം, ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക. ആരോട് പറഞ്ഞു? ഉത്തരം കൃഷിക്കാരൻ യജമാനനോട് പറഞ്ഞു. അത് 13-ാം അധ്യായം 9-ാം വാക്യത്തിലാണുള്ളത്. നാലാമത്തെ ചോദ്യം: കൂനിയായ സ്ത്രീ എത്ര വർഷമായി ആത്മാവ് ബാധിച്ച് രോഗിയായിരുന്നു? ഉത്തരം 18 വർഷം. അത് 13-ാം അധ്യായം 11-ാം വാക്യത്തിലാണുള്ളത്. അഞ്ചാമത്തെ ചോദ്യം: ആരാണ് യേശു ചെയ്തിരുന്ന മഹനീയ കൃത്യങ്ങളെക്കുറിച്ച് സന്തോഷിച്ചത്? ഉത്തരം ജനക്കൂട്ടം. അത് 13-ാം അധ്യായം 17-ാം വാക്യത്തിലാണുള്ളത്. ആറാമത്തെ ചോദ്യം: അനേകം പേർ പ്രവേശിക്കാൻ ശ്രമിക്കും, എന്നാൽ അവർക്ക് സാധിക്കുകയില്ല. എന്തിലൂടെ പ്രവേശിക്കാനാണ് അവർക്ക് സാധിക്കാത്തത്? ഉത്തരം ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ. അത് 13-ാം അധ്യായം 24-ാം വാക്യത്തിലാണുള്ളത്. ഏഴാമത്തെ ചോദ്യം: ദൈവരാജ്യത്തെ ഉപമിക്കാൻ 13-ാം അധ്യായത്തിൽ യേശു പറഞ്ഞ 2 ഉപമകൾ ഏതെല്ലാം? ഉത്തരം കടുകുമണിയും പുളിമാവും. അത് 13-ാം അധ്യായം 21-ാം വാക്യത്തിലാണ് ഉള്ളത്. എട്ടാമത്തെ ചോദ്യം: അവൻ ദൈവരാജ്യത്തിലിരിക്കുന്നതായും നിങ്ങൾ പുറന്തള്ളപ്പെടുന്നതായും കാണുമ്പോൾ നിങ്ങൾ വിലപിക്കുകയും പല്ലിറുമുകയും ചെയ്യും. ആരൊക്കെയാണ് ദൈവരാജ്യത്തിലിരിക്കുന്നത്? ഉത്തരം അബ്രഹാവും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും. അത് 13-ാം അധ്യായം 28-ാം വാക്യത്തിലാണ് ഉള്ളത്. ഒൻപതാമത്തെ ചോദ്യം: ദൈവരാജ്യത്തിൽ വിരുന്നിനിരിക്കാൻ വരുന്ന ജനങ്ങൾ എവിടെയൊക്കെ നിന്നാണ് വരുന്നത്? ഉത്തരം കിഴക്കുനിന്ന്, പടിഞ്ഞാറുനിന്ന്, വടക്കുനിന്ന്, തെക്കുനിന്ന്. അത് 13-ാം അധ്യായം 29-ാം വാക്യത്തിലാണുള്ളത്. പത്താമത്തെ ചോദ്യം: നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയുവിൻ, ഞാൻ ഇന്നും നാളെയും പിശാചുക്കളെ പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്യും. ആരാണ് ആ കുറുക്കൻ? ഉത്തരം ഹെറോദേസ്. അത് 13-ാം അധ്യായം 32-ാം വാക്യത്തിലാണ് ഉള്ളത്. ഇന്ന് നാം കണ്ട ചോദ്യോത്തരങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇന്നത്തെ ചോദ്യങ്ങൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടുന്നതായിരിക്കും. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക. താങ്ക് യു.